അസ്സലാമലൈക്കും, മനാഫാണേ. ഇപ്പം ഞാൻ ഉള്ളത് മലപ്പുറം ജില്ലയിൽ കാളികാവിൽ ഹിമ ഹോം കെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥാപനത്തിലാണ് ഉള്ളത്. സ്ഥാപനത്തിലെ ഇതിൻ്റെ സെക്രട്ടറി പേര് ഫരീദ് റഹ്മാനി. നമ്മളെ ഒരുവിധ കുറേ സ്ഥാപനങ്ങൾ സന്ദർശിച്ചിരിക്കണ്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഈ സ്ഥാപനത്തിലെ ഒരു അറ്റ്മോസ്ഫിയർ, മറ്റുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ, വെൽ ഓർഗനൈസ്ഡ് സ്ഥാപനമാണ് നിങ്ങളത്. അത് പറയാതെക്കാൻ വയ്യ. ഞാനായിട്ട് ഇദ്ദേഹത്തോട് ഒരു വീഡിയോ ചെയ്യട്ടെ എന്ന് ചോദിച്ചതാണ്. അപ്പോൾ വാങ്ങിയതാണ് ഇങ്ങനെ ഒരു വീഡിയോ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ ഉണ്ട്, ഇവിടെ കേരളത്തിലുണ്ട് എന്നുള്ളത് പൊതുസമൂഹത്തിലുള്ള എല്ലാവരും അറിയണം. ഈ സ്ഥാപനത്തിൻ്റെ പ്രത്യേകതകൾ ഞാൻ മനസ്സിലാക്കി. എന്നാലും നമ്മളെ പൊതുസമൂഹത്തിലുള്ള ആളുകൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ഈ ഹിമ എന്ന് പറഞ്ഞ ഈ ഒരു സ്ഥാപനത്തിൻ്റെ തുടക്കം എങ്ങനെയാണ് വെച്ചാൽ, തെരുവിൽ ഉപേക്ഷിക്കപ്പെടുന്ന ആളുകൾക്ക് അവരുടെ മനസ്സിന് ആനന്ദവും സന്തോഷവും സുരക്ഷിതത്വം കിട്ടുന്ന സ്ഥാപനങ്ങളുടെ അസാന്നിധ്യം, അഭാവം നമ്മുടെ നാട്ടിലുണ്ട്. അത് പരിഹരിക്കുക എന്നുള്ളതിലേക്ക് എല്ലാ ജാതി മതസ്ഥർക്കും ഒരു പ്രയാസവും ഇല്ലാതെ അവരെ മനസ്സിനിണങ്ങിയ രീതിയിൽ തന്നെ അവരുടെ വാർദ്ധക്യം ആനന്ദപൂർണ്ണമാക്കി തന്നെ സംരക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഹിമയുടെ ലക്ഷ്യം. ഹിമ എന്ന പേര് തന്നെ ഹെവൻ ഓഫ് ഇൻറ്റിമസി ആൻഡ് മേഴ്സിഫുൾ അറ്റ്മോസ്ഫിയർ എന്നാണ്. അവർ ഇൻറ്റിമസി മേഴ്സിയാണ്, ഇഴയടുപ്പവും അതോടൊപ്പം ദയയും അത് ചേർന്നുകൊണ്ട് ആ സ്നേഹാർദ്രമായ ഒരു ലോകത്ത് അവരെ കൊണ്ടുപോയി സംരക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. നമുക്ക് ഇവരെ സംസാരത്തിൻ്റെ ഇടയിൽ ഓരോ ഫെസിലിറ്റികളും കാണിക്കുകയാണ്. ഇതൊരു ഡൈനിങ് ഹാളാണ്. ഇത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒറ്റ ഡൈനിങ് ഹാള്, ഒരു സെപ്പറേറ്റ് ചെയ്യാൻ സംവിധാനം കണ്ട് ഒരു ഡൈനിങ് ഹാള്. അതുപോലെ തന്നെ ആണുങ്ങളെ താമസ സ്ഥലമാണ് ഇത്. അവിടെ വാർഡും അതേപോലെ തന്നെ അവർക്ക് സ്പെഷ്യൽ കെയർ യൂണിറ്റും അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. 20 ബെഡാണ്. ഞാൻ ജസ്റ്റ് അവിടുന്ന് ഒരു ഇങ്ങനെ കാണാൻ പറ്റുമോ? ഇതിൻ്റെ ഒരു ഫെസിലിറ്റി ഞങ്ങൾക്ക് കാണിച്ചു തരാം. എത്ര വൃത്തിയായിട്ടാണ് ഇത് സംരക്ഷിക്കപ്പെടുന്നത്. ഈ ആളുകൾ ജീവിക്കുന്ന അറ്റ്മോസ്ഫിയർ എത്ര വൃത്തിയുള്ള അറ്റ്മോസ്ഫിയറിലാണ് ഈ ആളുകൾ ജീവിക്കുന്നത്. എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. നമ്മളെ അച്ഛനമ്മമാർ വഴിയിലെ ആളുകൾ ഉപേക്ഷിക്കപ്പെടുമ്പോൾ ഇത്രയും വൃത്തിയിൽ, ഇത്രയും ഓർഗനൈസ്ഡ് ആയിട്ട് ആണ് ഈ സ്ഥാപനം ഉള്ളത്. നല്ല സൗകര്യം. പിന്നെ എല്ലാവർക്കും വൃത്തിൻ്റെ കാര്യത്തിലും ഇവിടെയുള്ള ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും ഒക്കെ നല്ലൊരു കെയറിങ് ആണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത പ്രത്യേക ഐസൊലേറ്റ് ചെയ്യേണ്ട കേസോ സ്പെഷ്യൽ കെയർ വേണ്ട ആളുകളോ അതിലേക്ക് മാറ്റും. അങ്ങനെ മാറ്റാൻ പറ്റും. ഫുൾ ടൈം നഴ്സിംഗ് കെയർ ഉണ്ടാവും. അതേപോലെ തന്നെ കെയർ ടേക്കർമാരും ഇതിൻ്റെ ഉള്ളിൽ തന്നെ അവർക്ക് സൗകര്യങ്ങൾ. നമ്മളെ ഈ ഒരു ചാനൽ എനിക്ക് മറ്റുള്ള ഒരു യൂട്യൂബർമാരുമായി കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്ത ചാനലൊന്നല്ല. ഇതൊരു സുപ്രഭാതത്തിൽ മലയാളികൾ 2 ദിവസം കൊണ്ട് 5 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആക്കി തന്നതാ. ഒരു 5.5 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലാക്കി ഈ ഒരു ചാനൽ. അപ്പം ഞാൻ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് നമ്മളെ പൊതുസമൂഹത്തിൽ എന്തൊക്കെയാണ് ഇങ്ങനത്തെ ഓരോ വിഷയങ്ങളുണ്ടല്ലോ, ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ കാണണം. എല്ലാ മതസ്ഥരെയും നിങ്ങളിവിടെ പാർപ്പിക്കുന്നുണ്ട്, അവർക്ക് ചികിത്സ കൊടുക്കുന്നുണ്ട്, അവർക്ക് പരിചരണം കൊടുക്കുന്നുണ്ട്. അത് എല്ലാ മതസ്ഥരെയും കൂടി ഉൾക്കൊള്ളുകയാണ്. എന്ത് അടിപൊളി ഒരു അതിന് പ്രത്യേകിച്ച് പറഞ്ഞാൽ ഒരു ഇസ്ലാമിൻ്റെ കൺസെപ്റ്റ് വാസ്തവത്തിൽ അങ്ങനെ തന്നെയാണ്. ഉറുമ്പിന് മധുരം കൊടുത്താലും പുണ്യം കിട്ടും. അങ്ങനെ ഒരു മരത്തിന് വെള്ളം നനച്ചു കൊടുത്താൽ അതിൻ്റെ പുണ്യം കിട്ടും. അങ്ങനെയാണ് പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പിന്നെ കണ്ണീരിനും രക്തത്തിനും ഒക്കെ ഒരു സമാനത ഉണ്ടല്ലോ. അതവിടെ ജാതിയും മതവും വർണ്ണവും വർഗവും ദേശവും ഭാഷയൊന്നും അതിൻ്റെ ഇടയിൽ ഒരു ബുദ്ധിമുട്ടില്ലാതെ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇവിടെ നമ്മുടെ 250ഓളം ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് ആളുകൾ നമ്മൾ ഏറ്റെടുത്തു. അവർ 70 ചില്ലാൻ ആളുകൾ ഞങ്ങളെ കൈ കിടന്ന് മരിച്ചു. അവർ ഏത് മതവിശ്വാസത്തിലാണോ അവരുള്ളത് അവരുടെ ആചാരപ്രകാരം അന്ത്യകർമ്മങ്ങൾ പോലും നടക്കാം. അവർക്കൊന്നും ആളുകൾ ഉണ്ടാവാറില്ലേ? ഇല്ലല്ല, അത് പ്രത്യേകിച്ച് ഞങ്ങളുടെ ഒരു പ്രധാന ഒരു വിഷനാണ്. എന്ന് വെച്ചെങ്കിൽ ഒന്നുകിൽ ബന്ധുക്കളും സംരക്ഷകരും ഉണ്ടാവരുത്, അല്ലെങ്കിൽ ഉള്ളവർക്ക് കഴിയരുത്. അങ്ങനെ ഇപ്പൊ ബന്ധുക്കളുണ്ട്, അല്ലെ മക്കളുണ്ട്, പുറന്തള്ളപ്പെടുന്ന ഒരുപാട് മാതാപിതാക്കളുണ്ട്. പക്ഷെ അത് നമ്മൾ ഉദ്ദേശിക്കുന്നത് നിയമപരമായി അവരെ കൊണ്ട് നോക്കിപ്പിക്കാനുള്ള സംവിധാനത്തിന് പോലീസിനെയും ഡിപ്പാർട്ട്മെന്റിനെയും ഒക്കെ ഉപയോഗപ്പെടുത്താണ് ഞങ്ങൾ ചെയ്യുന്ന ഒരു രീതിയുള്ളത്. അങ്ങനെ അതിൽ പ്രത്യേകിച്ചും അവർ പുറത്താക്കുന്ന കേസ് ഉണ്ട്. ഇപ്പൊ അടുത്ത് ഞാനൊരു വൃദ്ധസദനത്തിൽ പോയിന്. അമ്മമ്മ
അതായത് അമ്മൂമ്മ. ഈ അമ്മൂമ്മനെ പിന്നെ പേരക്കുട്ടികൾ മകളുണ്ടായിന്, മകള് മരിച്ചു. മകളുടെ കുട്ടികൾ കോഴിക്കോട് ബസ് സ്റ്റാൻഡിലേക്ക് ബസ് കയറ്റിയിട്ടിട്ട് മുങ്ങി. ഭയങ്കര സങ്കടല്ലേ. ആ അമ്മൂമ്മ പിന്നെ കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ നിന്ന് പോലീസുകാർ കൊണ്ടുവന്നിട്ട് ഒരു അനാഥാലയത്തിലാക്കി. ഇങ്ങനെയുള്ള കേസുകളൊക്കെ, അതുപോലെയുള്ള കേസുകൾ നിങ്ങളിൽ ഉണ്ടാവില്ലേ? ഞങ്ങളിപ്പോൾ ഈ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ പോലീസ് ഞങ്ങൾ ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ ഒരു ടെമ്പററി അഡ്മിഷൻ കൊടുക്കും. എന്നിട്ട് ഞങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിക്കും. അവർക്ക് മറ്റു മാർഗങ്ങളില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ തുടരും. അതല്ല, ബന്ധുക്കളുണ്ട്, സംരക്ഷകരുണ്ട്, അവർക്ക് സാധിക്കുന്ന വെച്ചെങ്കിൽ അവരെ കണ്ടെത്തിയിട്ട് കൗൺസിലിംഗ് ചെയ്തിട്ട് അവരെ തിരിച്ചേൽപ്പിക്കും. അവരെ ഏറ്റെടുത്തില്ലെങ്കിൽ, അവിടെ എത്തിയിട്ടില്ലെങ്കിൽ നിയമപരമായ വഴി ഉപയോഗപ്പെടുത്തും. നിയമപരമായി അവരെ ഏറ്റെടുപ്പിക്കാൻ പറ്റുന്ന സംവിധാനം ഉണ്ടെങ്കിൽ അത് ചെയ്യും. അതില്ലെങ്കിൽ ഞങ്ങൾ അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും ചെയ്യും. എന്തായാലും അവർ തെരുവ് തള്ളൂല. അതാണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട. അല്ലേ? അപ്പോൾ ഇതിലുള്ള പ്രധാന പ്രശ്നം വെച്ചെങ്കിൽ ഞങ്ങൾ എല്ലാ മതസ്ഥരും ഇപ്പോൾ 30 കൊല്ലം കുർബാന ചൊല്ലി കൊടുത്ത ഒരു ക്രിസ്ത്യൻ ചർച്ചിൽ ഒരച്ഛൻ ഞങ്ങളെ കൈ കിടന്നിട്ടാണ് മരിച്ചത്. അവരുടെ അന്ത്യകുദാശം മറ്റു കാര്യങ്ങൾ അവർ നടത്തി. അവർ ഹൈന്ദവ മതവിശ്വാസികളുണ്ട്, അവരവരുടെ ആചാരപ്രകാരം ജീവിക്കുന്നു, അവർക്ക് വേണ്ട സൗകര്യം ചെയ്തു കൊടുക്കുന്നു. മുസ്ലിംസിനെ സംബന്ധിച്ചിടത്തോളം 5 നേരം നിസ്കരിക്കാനും അവർക്ക് വേണ്ട പ്രാർത്ഥന നിർവഹിക്കാനും മറ്റുള്ളവർക്കൊക്കെ അവരവരുടെ വിശ്വാസം അനുസരിച്ചുകൊണ്ട് പോകാനുള്ള സംവിധാനമാണ് നമ്മൾ ഒരുക്കി കൊടുക്കുന്നത്. ഞാൻ ആദ്യം കണ്ടപ്പോൾ വിചാരിച്ചു ഇതൊക്കെ റിസോർട്ടാണെന്നാ. പെട്ടെന്ന് എനിക്ക് ഞാൻ തെറ്റിദ്ധരിച്ചു. ഇത്ര ഒരു റിസോർട്ടിലാണ് ഞാൻ ഈ ഒരു ഭംഗിയിൽ ഒരു കെട്ടിടങ്ങൾ കാണല്. എല്ലാത്തിനും ഓരോ പേരുണ്ടല്ലോ. ഓർക്കിഡ് അല്ല, അതിൽ പ്രധാനപ്പെട്ട സംഗതി വെച്ചെങ്കിൽ കേരളത്തിലുള്ള മിക്ക ഓൾഡ് ഏജ് ഹോമുകളും ഒരു ഹോസ്പിറ്റൽ അറ്റ്മോസ്ഫിയറിലാണ്, ആശുപത്രി അന്തരീക്ഷത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പം നമ്മുടെ ഏറ്റവും മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്താലും അവർക്ക് ഡിസ്ചാർജ് കൊതിക്കാത്ത രോഗി ഉണ്ടാവില്ല. ഇവർക്ക് മരണത്തിനല്ലാതെ ഡിസ്ചാർജ് ഇല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് 2 ക്ലിനിക്ക്, പിന്നെ മെയിലും ഫീമെയിലും 2 വാർഡും സ്പെഷ്യൽ കെയർ യൂണിറ്റും അവിടെ ഫുൾ ടൈം സ്റ്റാഫിനൊക്കെ അറേഞ്ച് ചെയ്തുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോയി. അപ്പോൾ അവർക്ക് പിന്നെ റിക്കവർ ചെയ്യുന്ന ആളുകളെ, അവർ ജീവിതത്തിലേക്ക് തിരികെ വരുന്ന ആളുകൾക്ക് ഒരു ഹോം ഫീൽ കിട്ടത്തക്ക രീതിയിലാണ് നമ്മൾ ഈ വീടുകളൊക്കെ ചെയ്തിട്ടുള്ളത്. വീടുകളിൽ തന്നെ പ്രധാന ഒരു വീടിനൊരു ഫയൽ ഉണ്ടാകുമ്പോൾ അതൊരു പൂവിൻ്റെ പേരിലാണ്. ഇപ്പോൾ ജാസ്മിൻ, ലില്ലി, ഓർക്കിഡ്, റോസ്, ലോട്ടസ്, ഇങ്ങനെ ഓരോ വീടിനും ഓരോ പൂവിൻ്റെ പേരാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊരു സുഖമാണ് നമുക്ക് കേൾക്കുമ്പോൾ. എവിടെ താമസിക്കുന്ന റോസിലാണ്, അങ്ങനെ ഉണ്ടല്ലോ ഒരു ആണല്ലോ. അപ്പം അങ്ങനെ പിന്നെ അതേമാതിരി തന്നെ ഇവിടെ നിങ്ങൾ ഡോക്ടേഴ്സുമായിട്ടും ടൈപ്പ് ഉണ്ട് അല്ലേ? IMA ആയിട്ട് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ നിലമ്പൂർ ബ്രാഞ്ചിൽ 100 ഡോക്ടേഴ്സ് നമ്മോട് സഹകരിക്കുന്നുണ്ട്. ഏത് ടൈമിലും എനി ടൈം ഡോക്ടേഴ്സ് അവൈലബിൾ ആണ്. 4 വോളണ്ടിയേഴ്സിന് അവർ തന്നെ കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല അവർ വോളണ്ടിയർ സർവീസാണ്. നമുക്കൊന്നൊരു പേയ്മെന്റ് ഒന്നും അവർ വാങ്ങുന്നില്ല. അവർ കൃത്യമായി പിന്നെ നിയറസ്റ്റ് ഹോസ്പിറ്റലുകളൊക്കെ നമ്മോട് നന്നായി കോപ്പറേറ്റ് ചെയ്യും. ICU മാതിരത്തെ സംവിധാനം വരെ ഇതിന്റെ ഉള്ളിൽ നമുക്കൊന്ന് കാണാം. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ICU സംവിധാനങ്ങൾ വരെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇത്ര വെൽ മെയിൻറ്റെയിൻ ആയി എന്ന് പറയാൻ തന്നെ കാരണം അതാണ്. ഈ ഇടത്തെ ഭാഗത്തുള്ളത് സ്ത്രീകൾ കിടക്കുന്ന സ്ഥലമാണ്. ഈ വലത്തെ ഭാഗത്തുള്ളത് ഒരുപാട് പരിചരണം കൊടുക്കേണ്ട ആളുകളെ പാർപ്പിക്കുന്ന റൂമുകളാണ്. അവർക്ക് മോണിറ്റർ സിസ്റ്റം, ഓക്സിജനും ബാക്കി സംഗതികളൊക്കെ സംവിധാനിച്ചിട്ടുണ്ട്. ഓക്സിജനും എല്ലാം ഉണ്ട് അല്ലേ? എല്ലാം ഉണ്ട്. ഓക്കെ. ഇതൊക്കെ ആവശ്യമാണല്ലോ. ആംബുലൻസ് സംവിധാനം കാര്യങ്ങളൊക്കെ. താഴെ ഡയാലിസിസ് യൂണിറ്റ് ഉണ്ട്, ഒന്ന് കാണാം നമുക്ക്. അടുത്തത് ഇനി ഡയാലിസിസ് യൂണിറ്റിലേക്ക് പോവാം. ഞാൻ അമ്മമാരുടെ ഒരു യൂണിറ്റ്. അമ്മേന്റെ പേരെന്താ? കാർത്തിയാനി അമ്മ. കാർത്തിയാനി അമ്മ കുറെ ഇവിടെ വന്നിട്ട് ഇപ്പൊ 4 ദിവസമായിട്ടുള്ളൂ. വീണിട്ട് 2 വർഷം കഴിഞ്ഞു. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ കുഴപ്പമില്ല. എങ്ങനെയുണ്ട് ഇവിടെ? നല്ല സൗകര്യല്ലേ? അതെ, എല്ലാ സൗകര്യവും ഉണ്ട്. ഒക്കെ മാറും കേട്ടോ. അത് ഞാൻ അതിന് മുമ്പ് എന്റെ അസുഖം തന്നെ മാറിയായിരുന്നു. എന്താ ചെയ്യണത്? മാറും. അമ്മ എത്രയും പെട്ടെന്ന് മാറട്ടെ കേട്ടോ. എല്ലാ അമ്മമാരും ഉണ്ട്. ഇതാണ് ഇവിടുത്തെ ഡയാലിസിസ് സെന്റർ, ഹിമ തണൽ ഡയാലിസിസ് സെന്റർ. രാഹുൽ ഗാന്ധിയാണ് ഉദ്ഘാടനം കഴിച്ചത്. രാഹുൽ ഗാന്ധി ഇവിടെ MP ആയിരുന്ന സമയത്ത് ഉദ്ഘാടനം കഴിച്ച ഒരു കെട്ടിടമാണിത്. നിങ്ങൾ നോക്കി, ഏതൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിനെ കവച്ച് വെക്കുന്ന ഒരു ഇൻറ്റീരിയറും ഫെസിലിറ്റികളും ഒക്കെയാണ് ഇവിടുത്തെ പ്രത്യേകത. ഡയാലിസിസ് റൂം കാണാം. അഡ്മിഷൻ ഇല്ല ശരിക്കും. ഇന്ന് ഞായറാഴ്ച അല്ലേ? ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് കേട്ടോ ലീവ്, അല്ലെങ്കിൽ ഇവിടെ ഫുൾ തിരക്കാണ്.
ഒരുപാട് മിഷണറീസ് ഉണ്ട്. ഒന്ന് മിഷണറീസ് എല്ലാവരും കാണട്ടെ. ഇവിടുന്ന് ഈ ഡയാലിസിസ് ചെയ്യുന്നവർക്ക് എങ്ങനെ റേറ്റോ കാര്യങ്ങളോ? സൗജന്യമായിട്ടാണ് ചെയ്യുന്നത്. പൂർണ്ണമായും സൗജന്യം. വാവ്. ഇത്രയും നമ്മുടെ ഒരു സ്പോൺസർഷിപ്പ് ഉണ്ട്. ഒരു ഡയാലിസിൻ്റെ 1000 രൂപ സ്പോൺസർ ചെയ്യുന്ന ആളുകൾക്കൊന്ന് വാങ്ങുന്നുണ്ട്. അപ്പോൾ അവർ ആളുകളെ സഹായിക്കുന്നുണ്ട്. ഇതുവരെ ബാധ്യതയൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റുന്നുണ്ട്. പിന്നെ ചിലർക്ക് ഇൻഷുറൻസ് ഗവൺമെൻറ് എന്നൊക്കെ കിട്ടുന്നത് അത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. വലിയൊരു സാമ്പത്തിക ബാധ്യത വരുമെങ്കിലും വിഷമമില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട്. ഞാൻ എൻ്റെ മൂത്ത അളിയന് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് മരിച്ചത്. അറ്റാക്ക് വന്ന് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ. അതുകൊണ്ട് ഇതിൻ്റെ ഒരു പ്രാധാന്യം എന്താണെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. നമ്മൾ അനുഭവിച്ചതാണ് ഫാമിലിപരമായിട്ട്. ഒരു ഫിസിയോതെറാപ്പി യൂണിറ്റ് ഉണ്ട്. ഇനി പോകാൻ പോണത് ഫിസിയോതെറാപ്പി യൂണിറ്റിലേക്ക്. ആലോചിക്കേണ്ടത് ഇതൊരു ഗവൺമെൻറ്റോ മറ്റുള്ളൊരു സംവിധാനം ഇല്ലാതെ ഒരു സംഘടന, ചെറിയൊരു കൂട്ടായ്മ ഉണ്ടാക്കിയെടുത്തത്. അതുകൊണ്ടാണ് ഈ വീഡിയോന് ഒരു പ്രാധാന്യമുള്ളത്. ഒരു ചെറിയൊരു കൂട്ടായ്മ കൂടിയാൽ തന്നെ നാട്ടിലുണ്ടാക്കാൻ കഴിയുന്ന മാറ്റങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഇവിടെ പേഷ്യൻസ് ഒന്നുമില്ല. അവിടെ നമ്മുടെ അന്തേവാസികൾക്ക് രാവിലെ ഉച്ചവരെ ഇത് ചെയ്ത് കൊടുക്കും. ബാക്കിയുള്ള ഔട്ട് പേഷ്യൻസ് ഒക്കെ ഇപ്പം സമയം അങ്ങനത്തെ ഒരു സമയമാണ്. ഇപ്പം ആരുമില്ല. ഇവിടെ ഇത്രയും ബെഡുകളുണ്ട്, ഇത്രയും സൗകര്യമുണ്ട്. അത് മാത്രമല്ല ഇവിടുത്തെ എടുത്തെടുത്ത് പറയേണ്ടത് ഇവിടുത്തെ നീറ്റ്നെസ്സാണ്. ഭയങ്കര വൃത്തി, ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ രാഹുൽ ഗാന്ധി മോസ്റ്റ് ഹൈജീനിക് കേരളം ഇൻ ഇന്ത്യ എന്നാ പറഞ്ഞ് ഒരു കമൻസ് ഇവിടെ ആ ഹൈജീനിക് ഇവിടെ കാണാനുണ്ട്. അല്ല, ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ കോംപ്ലിമെൻ്റ് ആണത്. തീർച്ചയായിട്ടും. ഞാനും ഒരുപാട് സ്ഥാപനങ്ങളിൽ പോയിട്ടുണ്ട്. പക്ഷെ ആ സ്ഥാപനങ്ങളിലൊന്നും കാണാത്തൊരു വൃത്തിയും ഇതും ഈ സ്ഥാപനത്തിലുണ്ട്. ഇതിൻ്റെ എനിക്ക് അറിയേണ്ടത് ഇതിൻ്റെ ചരിത്രം. ഇത് ഞാൻ ഇപ്പം ഇങ്ങോട്ട് വരുമ്പം എന്നെ കൊണ്ടുവന്ന ആൾ പറഞ്ഞ് ഇതൊരു മനുഷ്യനാണ് ഈ ഭൂമി മൊത്തം തന്നത് എന്നൊക്കെയുള്ള. ഇത്രയും നല്ലൊരു ഭംഗിയിൽ ഈ നാട്ടിൽ ഇങ്ങനെ ഒരു സ്ഥാപനം അതെങ്ങനെ വന്ന്, ഇതെങ്ങനെ, ഇതിൻ്റെ ചരിത്രം എന്താ? ഈ തെരുവിൽ ഉപേക്ഷിക്കപ്പെടുന്നവരും ഒറ്റപ്പെട്ടവരുമായ ആളുകൾക്ക് നല്ല സംരക്ഷണം നൽകുന്ന ഒരു സ്ഥാപനം വേണം ഞങ്ങളുടെയൊക്കെ ഒരു ആഗ്രഹമായിരുന്നു. എൻ്റെ പേര് ഫരീദ് റഹ്മാനെയാണ്. ഇതിൻ്റെ ഫൗണ്ടിങ് കാലം മുതൽ തന്നെ സെക്രട്ടറിയാണ്. ഇതെൻ്റെ സുഹൃത്ത് ഈ ട്രസ്റ്റിൻ്റെ വൈസ് ചെയർമാനും എൻ്റെ നിഴൽ പോലെ കൂടെയുള്ള ഇതിൻ്റെ തുടക്കം മുതൽ തന്നെയുള്ള ഇപ്പോൾ ഫുൾ ടൈം ഇതിൻ്റെ ഒരു മാനേജർ കൂടിയായിട്ട് ഇതിൻ്റെ സേവനം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ കേരളത്തിനകത്തും പുറത്തുള്ള ഏകദേശം 50ഓളം സ്ഥാപനങ്ങൾ നേരിട്ട് പോയി വിസിറ്റ് ചെയ്തു. അവിടുത്തെ പ്ലസ്സും മൈനസും ഒക്കെ നോട്ട് ചെയ്തു. എന്നിട്ട് ഞങ്ങളൊരു പ്രൊജക്റ്റ് ഉണ്ടാക്കി. എന്നിട്ട് പാണക്കാട് സയ്യിദ് ഹൈദരി ശിഹാബ് തങ്ങളുടെ മുമ്പിൽ ഈ സംഗതി വെച്ചു. എന്നിട്ട് ഇവിടുത്തെ പണ്ഡിതന്മാരോടൊരു അഭിപ്രായം അറിഞ്ഞു. പണ്ഡിതന്മാരുടെ അഭിപ്രായം കിട്ടി. തങ്ങളും ഏകദേശം ഒരു നല്ല ആശയമാണെന്നുണ്ട് ശരിവെച്ചു. അപ്പോൾ ഇവിടെ ഒരുപാട് കാലം പഞ്ചായത്ത് പ്രസിഡൻറ്റും ഇവിടുത്തെ ഒരുപാട് സ്കൂളിൻ്റെ മാനേജറും അതേപോലെ തന്നെ ഒരുപാട് ദീനദയാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു പൗരപ്രമുഖൻ AP ബാപ്പു ഹാജി ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തോട് ഈ ആശയങ്ങൾ ഷെയർ ചെയ്തപ്പോൾ അദ്ദേഹം അതിനാവശ്യമാകുന്ന ഭൂമി തരാം എന്ന് ഞങ്ങൾക്ക് വാഗ്ദാനം നൽകി. അങ്ങനെ 3 ഏക്കർ ഭൂമി അദ്ദേഹം ദാനമായി നൽകുകയും മാത്രമല്ല അതിൻ്റെ പ്രാഥമിക പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ടും അദ്ദേഹം തന്നെ നമുക്ക് നൽകുകയുണ്ടായി. അങ്ങനെ തുടക്കം കുറിച്ചൊരു സംഗതി ഞങ്ങൾ ഖത്തറിൽ, UAE, സൗദിയിൽ, ബഹ്റൈനിലൊക്കെയുള്ള നമ്മുടെ അഭ്യുദയകാംക്ഷികളായ പ്രത്യേകിച്ചും KMCCയുടെ പ്രവർത്തകർ ഇതിന് വല്ലാണ്ട് നെഞ്ചേറ്റുകയും അതേപോലെ തന്നെ സമസ്തയുടെ പോഷക ഘടകങ്ങൾ പ്രധാനമായും നമ്മോട് സഹകരിച്ച് അങ്ങനെ പിന്നെ ജാതി മതഭേദമന്യേ ഈ ആശയം പറയുന്നവരൊക്കെ ഹൃദയപൂർവ്വം ഏറ്റെടുത്ത് നമ്മോട് സഹായിക്കുകയും നമ്മോട് സഹകരിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതുണ്ടായി തീർന്നത്. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും കേരളത്തിലുള്ള അല്ലെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ കണ്ട സ്ഥാപനങ്ങളിലൊക്കെ ഉള്ള പരിമിതികൾ പരിഹരിച്ചുകൊണ്ടാണ് പോയത്. എല്ലാതും ഒരു ആശുപത്രി അന്തരീക്ഷത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഇത് ഞങ്ങൾ ശരിക്കും ഒരു ഹോം ഫീൽ കിട്ടുന്ന രീതിയിൽ ആണ് സ്നേഹവീടുകൾ എന്ന പേരിൽ വില്ലകൾ ക്രമീകരിച്ചു. ക്ലിനിക്കൽ ഫെസിലിറ്റി ഒരുക്കി. മിക്ക സ്ഥാപനങ്ങളും കിടക്കാനുള്ള സ്ഥലവും ഭക്ഷണം കൊടുക്കും. ചികിത്സൻ്റെ കാര്യത്തിൽ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കാൻ സോ റിസ്ക്കിയാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ രണ്ടാളെയും പ്രത്യേകിച്ചും ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് ഉള്ളത് ഇവിടെ വരുന്ന ഒരമ്മ അത് സ്വന്തം അമ്മയാണെന്ന്, ഇവിടെ വരുന്ന ഒരു ഉപ്പ അത് എൻ്റെ ഉപ്പയാണ്. അപ്പോൾ അവർക്ക് കിടക്കാനുള്ള സൗകര്യം എത്ര മികച്ചതാക്കാൻ നമ്മൾ ആഗ്രഹിക്കും. അവർക്ക് ഏറ്റവും നല്ല ഭക്ഷണം കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കും. ജീവിതത്തിൽ എത്ര പണം ചെലവഴിച്ചാലും അവരുടെ ജീവിതവും ജീവനും തിരിച്ചു കിട്ടുമെങ്കിൽ അത് നമ്മൾ ശ്രമിക്കും. ഈ ഒരു കൺസെപ്റ്റ് മുന്നോട്ട് പോകുന്നതുകൊണ്ട് സോ ഹാപ്പിയാണ്. അങ്ങനെ എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്.
അതിനിടെ രാവിലെ സുബഹിസ്കരിച്ചാൽ 1 മണിക്കൂർ 1.5 മണിക്കൂർ ഇവിടെ ചിലവഴിക്കും. ബാക്കി സമയങ്ങളിൽ അദ്ദേഹം ഇവിടെ ഉണ്ടാവും. ഇത് വലിയ ഒരു ജീവിതത്തിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷനും വലിയ ഒരു സംതൃപ്തി നൽകുന്ന ഒരു സംഗതിയായിട്ട് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. അതാണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് ഉള്ളത്. ഞാൻ ഇത് കാണുന്ന എല്ലാവരോടും പറയണേ, ഒരിക്കലും ഇങ്ങനത്തെ സ്ഥാപനങ്ങൾ ഉണ്ടാവരുതെന്നാണ് എല്ലാവരും വിചാരിക്കണമെങ്കിലും ഇപ്പോഴത്തെ കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യമാണ്. കാരണം തന്നെ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ഇല്ലെങ്കിൽ ഈ ആളുകൾ, ഈ പാവത്തുങ്ങൾ എവിടെ ഇരിക്കും? എപ്പോഴും ചിന്തിച്ചുക്കണം, ഭയങ്കര ദയനീയമായിരിക്കും. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളെ അകമഴിഞ്ഞിട്ട് എല്ലാവരും സഹായിക്കണം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ചെയ്തും കൊണ്ടിരിക്കുന്ന പ്രവൃത്തി ഒരു സാധാരണ ആളുകൾക്ക് ചെയ്യാൻ കഴിയൂല. ഒരു അമ്മനെ ഒരു അച്ഛനെ നമുക്ക് നോക്കാൻ പറ്റാത്തൊരു സമയത്ത് ഒരു പറ്റം അമ്മമാരെ അച്ഛന്മാരെയും നോക്കണ ഒരു മനസ്സ്, അതിൻ്റെ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ ആളുകളെയും ഞാൻ സല്യൂട്ട് അടിക്കുകയാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ പണം ഇല്ലെങ്കിൽ ഇതൊന്നും ചെയ്യാൻ ഇവർക്ക് കഴിയില്ല. മനസ്സ് ഇവരുടെ കയ്യിലുണ്ടെങ്കിലും പണം മറ്റുള്ളവരുടെ കയ്യിലാണുള്ളത്. ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ ഇനിയും ആളുകളെ ഇവർക്ക് ഉൾപ്പെടുത്തണമെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ കണ്ട പ്രകാരമാട്ടോ പറയുന്നത്, ഇനിയും ഇവിടെ സ്ഥലങ്ങളുണ്ട്, ബിൽഡിങ്ങുകൾ ഇഷ്ടമുള്ള ആളുകളൊക്കെ വന്നിട്ട് ഉണ്ടാക്കുക, കൊടുക്കുക. നമ്മളൊന്നും കൊണ്ടുപോകില്ല, നമ്മളൊക്കെ ഇവിടെ ഉപേക്ഷിച്ച് പോകേണ്ട ആളുകളാണ്. ഈ സാധനം നമ്മൾ രാവും പകലും മറ്റുള്ള കഷ്ടപ്പാടൊക്കെ പെട്ട് ഉണ്ടാക്കണ ഈ സ്വത്തും മുതലൊക്കെ അത് ഈ ഭൂമിയിൽ മാത്രമേ ആവശ്യമുള്ള സാധനമാണ്. അടുത്ത സ്ഥലത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ആ പണം ഇവിടെ എന്തിനെങ്കിലും നല്ല കാര്യത്തിന് ഉപയോഗപ്പെടുത്തിയിട്ട് വേണം നമുക്ക് പോകാൻ. അപ്പം ഞാനിത് ഇവിടെ വെച്ച് നിർത്തുകയാണ്. മനസ്സിന് വല്ലാതൊരു സന്തോഷം നൽകിയ ഒരു 5 സ്റ്റാർ ഹോട്ടൽ ഫെസിലിറ്റിയോട് കൂടിയിട്ട് അമ്മമാരും അച്ഛന്മാരും ഇവിടെ സന്തോഷത്തോടു കൂടി കയ്യിൽ നിന്ന് കാണുമ്പോൾ മനസ്സിന് വല്ലാത്ത സന്തോഷം തോന്നുന്നു. ഇനിയുള്ളവരും ഇവരെ ഹിമ പോലത്തെ ഉള്ള സ്ഥാപനങ്ങളെ പ്രൊമോട്ട് ചെയ്യുക, അവരെ സഹായിക്കുക, കൈ നിറയെ സഹായിക്കുക, മനസ്സ് അറിഞ്ഞ് അങ്ങോട്ട് എന്താക്കുക സഹായിക്കുക. എനിക്കിതേ പറയാനുള്ളൂ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആളുകൾ റോട്ടുമ്മൽ നരകിച്ച് ജീവിക്കുന്നതിനേക്കാളും നല്ലത് ഇത്തരത്തിൽ സ്ഥാപനത്തിൽ അവസാന സമയങ്ങൾ സന്തോഷത്തോടു കൂടി സമാധാനത്തോടു കൂടിയിട്ടും ഇവിടുന്ന് ഈ ലോകത്തോട് വിട പറയണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിന് ഞാൻ നിങ്ങളെല്ലാവരെയും അഭിനന്ദിക്കാണ്. പ്രധാനമായിട്ടും പ്രത്യേകിച്ച് ഇവിടെ വരുന്ന അപേക്ഷകരിലൊക്കെ ഒരു നല്ലൊരു ശതമാനം മാനസികാരോഗ്യങ്ങളുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി സംവിധാനം ഉണ്ടാക്കാൻ ഞങ്ങൾ കോമ്പൗണ്ടും ലാൻഡൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഒരു മനസ്കരതിന് വേണ്ട ഒരു സംഗതി ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അതൊക്കെ ആളുകൾ ഇത് കണ്ടിട്ട് ഇന്റത് കണ്ടിട്ട് മാത്രമല്ല, എന്റെ വീഡിയോസ് കണ്ടിട്ട് എന്നല്ല, ഈ ഏതെങ്കിലും ഒരാൾ കണ്ടാൽ മതിയല്ലോ. ഇതിൽ വലിയൊരു ഭാഗം ഇതിന് ഞങ്ങൾ റിസീവർമാരില്ല, ഞങ്ങൾ ആരെയും അങ്ങോട്ട് സമീപിക്കാറില്ല. ഇവിടെ വന്ന് കണ്ട ആളുകളൊക്കെ ഹിമാൻ ഒരു കുടുംബത്തിന്റെ ഭാഗമാവല്ലേ, അങ്ങനെ ആളുകൾ അങ്ങനെ സഹായിച്ച് വിഷമല്ലാതെ വളരെ സന്തോഷത്തോടു കൂടെ മുന്നോട്ട് പോകണം. കടവും ബാധ്യതയില്ലാതെ പോകുന്നത് നല്ല ആളുകളുടെ ആത്മാർത്ഥമായ സഹകരണ സഹായം കൊണ്ട് തന്നെ. വെരി ഗുഡ്. അങ്ങനെ തന്നെ ആവട്ടെ. ഇനിയും ഞാൻ ഇൻഷാ അല്ലാഹ് അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഒരുപാട് ബിൽഡിങ്ങുകളും സ്ഥാപനങ്ങളും ഒരുപാട് ആളുകളെ ആശ്രയിക്കാൻ അത്താണിയായി മാറട്ടെ ഈ സ്ഥാപനം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.